നമുക്ക് നല്ലൊരു മാങ്ങാ പെരട്ട് തയ്യാറാക്കാം. അധികം പുളിയില്ലാത്ത പച്ച മാങ്ങയാണ് എടുത്തത്. ഈ രീതിയിൽ തയ്യാറാക്കിയാൽ കൂടുതൽ രസം ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കത് ഇങ്ങനെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് എടുക്കണം ആദ്യം. ഇപ്പോൾ അത് ഏകദേശം എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതൊരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ 1 ടേബിൾ സ്പൂൺ പരലുപ്പാണ് ചേർക്കേണ്ടത്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടെ 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ മാങ്ങ ഒന്നുകൂടി സോഫ്റ്റ് ആകും. അതിൽ ചേർക്കുന്ന പൊടികൾ ഇതൊക്കെയാണ്. എന്നിട്ട് കായം, കടുക് ആവശ്യത്തിന്, വറ്റൽമുളക്, നല്ലെണ്ണ, കറിവേപ്പില. എന്നിട്ട് നമുക്ക് നല്ലൊരു ചൂടായ ഇരുമ്പിച്ചട്ടി വെച്ചതിന് ശേഷം അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുകും 1 ടീസ്പൂൺ കടുകും വറ്റൽമുളകും കറിവേപ്പില ഇട്ട്, എന്നിട്ട് 1 ടീസ്പൂൺ കായം ഇട്ട് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട് ഇപ്പോൾ അതിന്. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച കടുകും അതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഒരു 3/4 ടീസ്പൂൺ ഉലുവ വറുത്ത് സമയം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല തണുത്തതിന് ശേഷം മാങ്ങ കട്ട് ചെയ്ത് ചേർക്കണം. 1 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോഴേ ടേസ്റ്റ് ബാലൻസ് ആവുള്ളൂ. നല്ല എരിവും മധുരവും പുളിയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രുചികരമാണ്. ചെറിയ ഭരണിയിലോ ഗ്ലാസ് ബൗളിലോ സൂക്ഷിക്കാവുന്നതാണ്. മുന്നേ തേങ്ങ ഗ്രേറ്റ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങ ഉടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്താൽ ഒന്നുകൂടി ഈസിയാണ്. ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.